ഇന്ന് രാവിലെ എണീറ്റപ്പം മുതലും ഭയങ്കര ക്ഷീണം. എന്നാൽ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് കരിമ്പിൻ ജ്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവിടുത്തെ നല്ല തണുത്ത കരിമ്പിൻ ജ്യൂസ്, നല്ല ടേസ്റ്റാണ് അത് കുടിക്കാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ജ്യൂസിൽ എക്സ്ട്രാ ഫ്രൂട്ട്സ്, നട്ട്സ്, ലെമണൊക്കെ ആഡ് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ എനിക്കത് പ്ലെയിനായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. ആ കരിമ്പിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ നമ്മളത് പ്ലെയിനായിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ട് എന്നിട്ടും അത് തന്നെ ഓർഡർ ചെയ്തത്. പിന്നെ കടയിലെ ചേട്ടൻ നല്ല നീറ്റായിട്ട് ആ ജ്യൂസ് എടുത്തു തന്നു. നമുക്ക് വേണമെങ്കിൽ തണുക്കാത്ത ജ്യൂസും കിട്ടുവേ. ഇത് ഫ്രിഡ്ജ് വെക്കാത്ത ഷുഗർ കെയിൻ വെച്ച് ജ്യൂസ് ഉണ്ടാക്കി തരും. ഇച്ചിക്കുട്ടനെ കൊണ്ടൊക്കെ വരുമ്പം നമ്മൾ മിക്കപ്പോഴും അതായിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത്, തണുക്കാത്ത ജ്യൂസായിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത്. കാരണം അവന് എപ്പോഴും ഒരു ജലദോഷത്തിൻ്റെ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തണുക്കാത്തതാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. എനിക്ക് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഫുഡ് കറക്റ്റ് കഴിക്കാത്തത് കൊണ്ട് ഒരു ദിവസം ഒരു 5-6 തവണയൊക്കെ തല കറങ്ങുമായിരുന്നു. അപ്പോൾ ഈ ഒരു ജ്യൂസ് കുടിച്ചാൽ എനിക്ക് പിന്നെ 2 ദിവസത്തേക്ക് തല കറങ്ങില്ല, ഒരു ചെറിയ എനർജിയൊക്കെ വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആദ്യം കരിക്കും കുടിക്കുമായിരുന്നു, പിന്നെ കരിക്ക് കുടിച്ച് ഛർദ്ദിച്ചു, അത് പിന്നെ വെറുത്തുപോയി, കരിക്ക് അതോടുകൂടി വെറുത്തുപോയി. അങ്ങനെ എന്നിട്ടും അവിടെ നിന്ന് കരിമ്പൻ ജ്യൂസ് കുടിക്കുന്നുണ്ട്. അപ്പോൾ കരിമ്പൻ ജ്യൂസൊക്കെ കുടിച്ച് പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.